ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കും വാർത്തകൾക്കും ഒക്കെ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. നാളെ ജൂലൈ 29 നമ്മുടെ കേരളത്തിലെ മഴ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട് എങ്കിലും നാളെ ചില ജില്ലകളിൽ പ്രാദേശികമായിട്ടുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ്, ആർക്കൊക്കെയാണ് അത് ബാധകമെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്, ഇന്ന ജില്ല അവധിയാണോ? നിങ്ങൾക്ക് തന്നെ അറിയാം, മഴയൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റെയിൻ അലർട്ട് ഉള്ളത് 2 ജില്ലകളിൽ മാത്രമാണ്. അത് കണ്ണൂർ, കാസർഗോഡ്. അടുത്ത 3 ദിവസത്തേക്ക് യെല്ലോ അലർട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന 2 ജില്ലകളിലാണ്. 2 ജില്ലകളിലും പ്രാദേശികമായിട്ടുള്ള അവധിയാണ്. അതൊന്ന് പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന 6 സ്കൂളുകൾക്കും സുരക്ഷ മുൻനിർത്തി അല്ലാതെയുള്ള 15 ചില സ്കൂളുകൾക്കും, അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കളക്ടറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ സ്കൂളുകൾ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ആ സ്കൂളുകളിലുണ്ട് എങ്കിൽ വന്നിട്ടുണ്ടാകും. അത് കൂടാതെ കുട്ടനാട് താലൂക്കിലെ തന്നെ 2 തലവെട്ടി മുട്ടാർ എന്ന് പറയുന്ന 2 ഗ്രാമപഞ്ചായത്തുകൾക്ക് മാത്രം ഈ വെള്ളക്കെട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, അതായത് കുട്ടനാട് താലൂക്ക് മുഴുവനായിട്ടും ഇല്ല, അതിനകത്ത് തന്നെ മറ്റ് പ്രധാനപ്പെട്ട 2 പഞ്ചായത്തുകൾക്ക് മാത്രം പ്രാദേശികമായിട്ടുള്ള അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് നിലവിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള അപ്ഡേറ്റ്. മറ്റെന്തെങ്കിലും വാർത്തകൾ വന്നാൽ തീർച്ചയായിട്ടും എത്തിക്കുന്നതാണ്. തൽക്കാലം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിർത്തുന്നു. ടാറ്റ.